ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറാണ്, പക്ഷേ ഫൈനൽ ഇയർ പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ബാക്ക് പേപ്പർ ഉണ്ട്, ഇയർ ഗ്യാപ്പ് സംഭവിച്ചു. സോ ഇവരെന്ത് ചെയ്യും? 23 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ള ആളുകൾക്കും ഇന്ന് MBA നേടാൻ അവസരമുണ്ട്. പക്ഷെ എത്ര ആൾക്കാർക്ക് അറിയാം? UK ഗവൺമെൻറ് പറയുന്നത് 3 to 4 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് മാനേജറിയൽ പൊസിഷൻസിൽ ഉണ്ടെങ്കിൽ, അവർക്ക് ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് PG ഡിപ്ലോമ പ്ലസ് മാസ്റ്റേഴ്സ് ചെയ്യാം. ആപ്പിൾ 24,000 എംപ്ലോയീസിനെ പിരിച്ചുവിട്ടതിൻ്റെ കാരണം പറഞ്ഞത്, നമുക്ക് സാധാരണ ലൈക്ക് ഒരു കോളേജിലേക്കോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഹയർ സ്കൂളിലേക്കോ അല്ലെങ്കിൽ അഡ്മിഷൻസ് വരെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജിലേക്ക് വരുമ്പോൾ +2 കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് ബിറ്റ്വീൻ 18 to 20, 25 ആയിരിക്കും ഒരു ഏജ് ഗ്രൂപ്പ്, ആ ഒരു എഡ്യൂക്കേഷൻ്റെ ആ ഒരു ടൈം ഓഫ് സെറ്റപ്പിലേക്ക് പോകുന്നത്. പക്ഷേ എങ്കിലും ശരിക്കും നമ്മുടെ നാട്ടിൽ ശരിക്കും വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഭയങ്കര വേരി ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നവർ, ഇപ്പോൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്താൻ പാടുള്ളവർ, അല്ലെങ്കിൽ പല കൈൻഡ് ഓഫ് ഇപ്പം ഡെയിലി ലിവിങ്ങിന് വേണ്ടിയിട്ട് പല ഇതിലോട്ട് സ്റ്റക്കപ്പായി പോകരുത്, പക്ഷേ സ്റ്റിൽ ദേ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ദ എഡ്യൂക്കേഷൻ. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് PGS ഈ ഒരു ക്യാമ്പസിൽ അവർക്ക് വേണ്ടിയിട്ട് എന്താ ഉണ്ടായിരിക്കുക? തീർച്ചയായിട്ടും PGS ഉടനീളം നോക്കിക്കാണുന്നത് ഈ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്. സോ വർക്കിംഗ് പ്രൊഫഷണലിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, പഠിച്ചതൊന്ന്, വർക്ക് ചെയ്യുന്നതൊന്ന്. നമ്മളൊരു ഡിഗ്രി എഞ്ചിനീയർ ആകാം, പക്ഷേ അവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംതിങ് എൽസ്. എഞ്ചിനീയറിംഗ് പഠിച്ച കുറേ പിള്ളേരെ പല സിനിമയിലാണ് ഇപ്പോൾ എക്സാമ്പിൾ. സോ നമ്മളതിൽ ആ ഒരു പ്രൊഫഷണൽ, ഞങ്ങൾ പഠിച്ച ആ ഒരു പ്രൊഫഷണലി വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കനുസരിച്ചിട്ടുള്ളത് നമ്മൾക്ക് നേടാൻ പറ്റണം. സോ നമ്മളൊരു ബേസിക്കലി ഞാനൊരു എഞ്ചിനീയറാണ്, ചോദിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറാണ്, പക്ഷേ ഫൈനൽ ഇയർ പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, ഫെയിലിയറാണ്, ബാക്ക് പേപ്പർ ഉണ്ട്, ഇയർ ഗ്യാപ്പ് സംഭവിച്ചു. സോ ഇവരെന്ത് ചെയ്യും? വളരെ വലിയൊരു ചോദ്യമാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിർത്തി, ഇനി അവരുടെ കരിയർ എന്താണ്? സോ ഇത് തന്നെയാണ് PGS ഉടനീളം നോക്കിക്കാണുന്നത്. PGSനെ സംബന്ധിച്ചിടത്തോളം ഈ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ പഠിച്ച ഒരു വിഷയത്തിൽ നിന്നും വേറെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ നോളേജോട് കൂടി വേറെ എന്നിലോ സാറ്റിസ്ഫൈഡ് അല്ലാതെ സാറ്റിസ്ഫൈഡ് ആയി ജീവിക്കുന്നു. അവരും ഉള്ളിൽ ആഗ്രഹമുണ്ട്, എനിക്കും ഒരു MBA നേടണം, പക്ഷേ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 23 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെയുള്ള ആളുകൾക്കും ഇന്ന് MBA നേടാൻ അവസരമുണ്ട്. പക്ഷെ എത്ര ആൾക്കാർക്ക് അറിയാം? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളേജാണ്. അറിയാവുന്നവർ, അറിവുള്ള ആളുകൾ അറിവില്ലാത്തവർക്ക് പകർന്നു കൊടുക്കുന്നില്ല. ഈ ഒരു വ്യത്യാസം നമ്മൾ ആകെ തുടച്ചു മാറ്റണം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതും, അത് നമ്മളിന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ എൻഗേജ്ഡ് ആണ്. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ UK പോലുള്ള UKGAB ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകളിൽ നോക്കിയിട്ട് പോകുന്നില്ല? UK ഗവൺമെൻറ് പറയുന്നത് 3 to 4 ഇയർ വർക്കിംഗ് എക്സ്പീരിയൻസ് മാനേജറിയൽ പൊസിഷൻസിൽ ഉണ്ടെങ്കിൽ, അവർക്ക് ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ വർക്കിംഗ് പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് PG ഡിപ്ലോമ പ്ലസ് മാസ്റ്റേഴ്സ് ചെയ്യാം. സോ 120 ക്രെഡിറ്റ്സ് അവർ PG ഡിപ്ലോമ ചെയ്യുന്നു, 60 ക്രെഡിറ്റ്സ് അവർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചെയ്യാം. യൂണിവേഴ്സിറ്റിയിൽ UK പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയി ചെയ്യുമ്പോൾ 2 വർഷം സ്റ്റേ ബാക്കും കിട്ടുന്നു. എത്ര ആൾക്കാർക്ക് അതറിയാം? ഒരുപാട് ആളുകൾ വളരെ ഫെഡപ്പായി, ഫാമിലി സെറ്റിൽമെൻ്റ് ഇല്ലാതെ, കരിയറിലൊന്നും നേടാൻ വേണ്ടി പറ്റാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അവരെ ബാക്ക് പേപ്പറാണ്, അവരെ ഇയർ ഗ്യാപ്പാണ് അവരെ യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ആ ഇൻഫർമേഷൻ അറിയണം എന്നുള്ള ഇതുണ്ട്. PGS ഇത് തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. എവ്രി പേഴ്സൺ അവർക്ക് അവരെ ആഗ്രഹം പഠനമാണെന്നുണ്ടെങ്കിൽ അതിൽ അവർ എലിജിബിലിറ്റി ഇല്ലെങ്കിൽ അവരെ എലിജിബിലിറ്റി ആക്കിയിട്ട് അവരെ കരിയർ സെറ്റിൽമെൻറ്റോട് കൂടിയിട്ട് അവർക്കൊരു MBA നേടാനും അവർക്കൊരു വേൾഡ് റെക്കഗ്നൈസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടാനും സഹായിക്കും, സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം പല കോർപ്പറേറ്റ്സിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് അബ്രോഡിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യൻസ് ആയിട്ടുള്ളവർ ലൈക്ക് ഒരു ലോങ് ടേമിലേക്ക് ഒരു സ്ഥിരം കൈൻഡ് ഓഫ് ജോബിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലെവലിനപ്പുറത്തേക്ക് ഗ്രോ ചെയ്യാനുള്ള ചലഞ്ചസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മേ ബി ലൈക്ക് ടെക്നോളജീസ് മാറുന്നുണ്ട്, കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അപ്സ്കില്ല് ചെയ്യുന്നതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പലർക്കും പറ്റാറുണ്ട്. അതിനെപ്പറ്റി അപ്സ്കില്ലിങ് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാറ്റം വന്നിട്ടുള്ള കാലഘട്ടത്തിൽ എങ്ങനെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ്. നമ്മൾ ഔട്ട്ഡേറ്റഡ് കരിക്കുലം അല്ല PGS കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഔട്ട്ഡേറ്റഡ് കരിക്കുലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും.
സോ നമ്മളൊരു ഫാസ്റ്റ് മൂവിങ് ട്രാക്കിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾ, ഫോറിൻ 500 ഫോർച്യൂൺ കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാലും ഫോറിനിൽ ഉണ്ടെന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് നമ്മുടെ സാധാരണക്കാരന് നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല? ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു, ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടു. ആപ്പിൾ 24,000 എംപ്ലോയീസിനെ പിരിച്ചുവിട്ടു. കാരണം 24,000 ആളുകളെ പിരിച്ചുവിട്ടതിൻ്റെ കാരണം പറഞ്ഞത് അവർ റീസ്കില്ലിങ്ങോ അപ്സ്കില്ലിങ്ങോ ചെയ്തില്ല എന്നുള്ള കാരണം മാത്രം. അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈനിൽ പോലും ഒരു AI-ൻ്റെയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ്റെയോ അല്ലെങ്കിൽ ഡാറ്റാ സയൻസിൻ്റെയോ പ്രോഗ്രാം അവർ പെർസ്യൂ ചെയ്ത് അവർ പഠിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, അവരെ പിരിച്ചുവിട്ടത്. സോ ഇവിടെ മാറ്റങ്ങളാണ്. എവ്രി ഡേ ടെക്നോളജീസ് ആർ ഇംപ്രൂവിങ്, ഇംപ്ലിമെൻറ്റഡ്. ഞാൻ ഇടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ട്, അപ്പോൾ പൈത്തണിൽ എക്സ്പീരിയൻസ് ഉള്ള പിള്ളേർക്ക് ലൈക്ക് സ്റ്റാർട്ടിങ് തന്നെ 3 lakhs സാലറി. India government is keen to supporting, keen to taking, even in Middle East countries especially. The acceptance is mainly, ഞങ്ങളൊരു ഏകദേശം ഒരു 75,000 എംപ്ലോയീസ് ഉള്ള ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് ഞങ്ങൾ ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ് പ്രോഗ്രാം ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് ഞങ്ങൾ അവർ ആ കമ്പനി ഏറ്റെടുത്തു? കാരണം അതിൻ്റെ സ്റ്റാൻഡേർഡ് വരാൻ പോകുന്നൊരു 15 ഇയേഴ്സിലേക്കുള്ള കരിക്കുലമാണ്. അതിൻ്റെ സർട്ടിഫിക്കേഷൻസ് വേൾഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. സോ എല്ലാ കമ്പനിക്കും ഒരു MNC കമ്പനിയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അപ്സ്കില്ലിങ്ങും റീസ്കില്ലിങ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ലക്ഷത്തിൽ ചെല്ലാൻ വരുന്ന കമ്പനികൾ AI മാത്രം പഠിപ്പിക്കുന്നുണ്ട്. ഈ AI പഠിപ്പിക്കുന്ന കമ്പനികൾ സ്വന്തം പേരിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ പേരിലേക്കും അല്ലെങ്കിൽ സാറിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ വേറൊരാളുടെ പേരിലായിരിക്കും. ദിസ് ഈസ് നൺ ഓഫ് ദം, ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുന്നത്, പ്രോപ്പറായിട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കൊടുക്കുന്നില്ല. അതിൻ്റെ റെക്കഗ്നൈസേഷന് വാല്യൂ ഇല്ല. സോ PGS നോക്കുന്നത് കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ടെക്നിക്കൽ സ്കിൽസ്, AI പോലെ, ബ്ലോക്ക് ചെയിൻ പോലെ, ഡാറ്റാ സയൻസ് പോലെ ഏറ്റവും ലേറ്റസ്റ്റും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാം അപ്രൂവ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് പഠിക്കുമ്പോൾ ആ പഠിച്ച വിഷയം അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അവരെ ജോബ് മാർക്കറ്റിൽ. അപ്പോൾ ആ കമ്പനിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും, ആ കമ്പനിയിൽ നല്ലൊരു സാലറി വാക്കാൻ വേണ്ടി പറ്റും. എത്ര ആൾക്കാർക്കുണ്ട് ഇവിടെ നിന്ന് ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു സ്കിൽ പ്രോഗ്രാം പഠിച്ചിട്ടുള്ള ആളുകൾ? കാര്യം ഇവിടെ കൂടുതലും പഠിച്ച് കോഴ്സ് ഇറങ്ങിയതിന് ശേഷം പിന്നെ തന്നെ തപ്പിപ്പിടിച്ച് ഒരു ജോബ് കണ്ടുപിടിക്കുന്നതാണ്. അതിലേക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ജോബ് എന്നുള്ള ആംഗിളിലോട്ട്. ഈവൻ നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പഠിച്ച വിഷയത്തിൽ അവർ സ്മാർട്ടായിരിക്കാം, പക്ഷേ പ്രൊഫഷണലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് അനുബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് എടുക്കാനുള്ള ഒരു ടാലൻറ്റ് കുറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. സോ അതിന് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് PGSൻ്റെ ഏറ്റവും വലിയൊരു. പിന്നെ ലൈക്ക് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകിച്ച് എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ച പ്ലേസ്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൈക്ക് വാട്ട് നെക്സ്റ്റ്, അവിടെ നിന്ന് ഒരു ടേക്ക് അവേ ആയിട്ട് പഠിച്ചതിന് ശേഷം പ്ലേസ്മെൻറ്റ്സ്, അവിടെ നിന്ന് തന്നെ കയറി പോകുന്ന ഓപ്പർച്യൂണിറ്റീസ്, ലൈക്ക് ആ സൈഡിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് നോക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആകാം അല്ലെങ്കിൽ കോളേജുകളാകാം, ആദ്യം സ്റ്റുഡൻസും പാരൻസും കോളേജിൽ അഡ്മിഷൻസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പ്ലേസ്മെൻറ്റ് തരുമെന്നുള്ളതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചാലും എനിക്ക് കിട്ടില്ല എന്നുള്ളതാണോ? ഞാൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ പെർസ്യൂ ചെയ്യുന്നു എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഞാനൊരു BCom പഠിക്കാം, പക്ഷേ എനിക്ക് ജോലി കിട്ടില്ല എന്നുള്ളത് സ്വയം കോൺഫിഡൻ്റ് ഇല്ലേ? അതിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്കറിയില്ല. എനിവേ, പക്ഷേ UK പോലുള്ള കൺട്രികൾ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലേക്ക് ഇത്രത്തോളം സ്റ്റുഡൻസ് പെർസ്യൂ ചെയ്യാൻ, ബ്രിട്ടീഷ് ക്വാളിഫിക്കേഷൻ എക്സാക്ട്ലി അങ്ങനെ തന്നെ പെർസ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഒരു ജോലി കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ സാലറി ഹൈക്കും UK പോലുള്ള കൺട്രിയിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു MBA ഹോൾഡർക്കോ ഒരു ഡിഗ്രി ഹോൾഡർക്കോ സാലറീൻ്റെ വ്യത്യാസം എത്ര ഉണ്ടായിരിക്കും? 10 times. സോ അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് UK പോലുള്ള കൺട്രികളിലേക്ക് പോയി പഠിക്കുന്നതും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് നല്ല MNC കമ്പനികളിൽ ജോലി കിട്ടുന്നതും അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് സക്സസ് ആവുന്നതും. സോ അതിലൊരു മാറ്റർ അല്ല. ഈവൻ ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന സൗദി അറേബ്യ, ഖത്തർ, ദുബായ്, മിഡിൽ ഈസ്റ്റ് എക്സ്പെഷ്യലി, everywhere is accepting British qualification, at least in West approved qualification. എന്തുകൊണ്ട് അവർ നോക്കുന്നു? ആ ഒരു ക്വാളിഫിക്കേഷൻ പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾ അവർക്ക് സൂട്ടബിൾ ആണ് അവരെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അവരുടെ വർക്ക് ക്വാളിറ്റി ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഓക്കെയാണ്. യെസ്, പെർഫെക്റ്റ്.
അപ്പോൾ നമ്മൾ കുറേ വിശേഷങ്ങൾ ലൈക്ക് PGSൻ്റെ സ്കൂളിന് ഇതിൻ്റെ അക്കാഡമിക് ആയിട്ടും കരിയറായിട്ട് ഓറിയൻറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ ഭാഗമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ലൈക്ക് ഇപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു മോഡലിൽ കാണുന്ന പോലെ ലൈക്ക് ഇറ്റ് ഇസ് ഗെറ്റിംഗ് അപ്പ് അല്ല ഇത് എനിക്ക് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഡ്രീം കം ട്രൂ ആയിരിക്കുമല്ലോ ഇത്. തീർച്ചയായിട്ടും അപ്പം ഇത് ഗംഭീരമാവട്ടെ. വിഷ് യു ഓൾ ദി സക്സസ്. ആൻഡ് ഇതുവഴി പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് യു ആർ ഗിവിംഗ് ബാക്ക് ടു ദി സൊസൈറ്റി. ലൈക്ക് എന്താ പറയുക, നാളെ അവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ. അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് പലരിലേക്കും എത്താം, നമ്മൾ പോലും അറിയാത്ത ഹാൻഡ്സിലേക്ക് പല ഡിഫറെൻറ്റ് ഫോംസിലായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു നാടിന് അല്ലെങ്കിൽ പലർക്കുമായിട്ട് അതെത്തും. സോ that is like working with a different cause, like ഒരു ടോട്ടൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ like you are like upskilling the level of a society itself, like. തീർച്ചയായിട്ടും. So wish you all the best. ഗംഭീരമാവട്ടെ. ഇതുപോലെ പുതിയ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈക്ക് we have seen like people normally getting into like ക്യുക്ക് മണി ബിസിനസ് ആ ഒരു ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ദിസ് ഒരു ലോങ് ടേം പ്ലാൻ ഒക്കെ വെച്ചിട്ട് ഒരു ജനറേഷനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്. സോ നല്ല മാറ്റങ്ങൾ വരട്ടെ, നല്ലത് സംഭവിക്കട്ടെ. തീർച്ചയായും എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്നു. all the best.